ഹായ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും നമ്മൾ കവുങ്ങായിട്ടാണ് വരുന്നത്. അപ്പോൾ കവുങ്ങ് വെച്ചിട്ട് നമ്മൾ കിച്ചണിലേക്കൊക്കെ നമുക്ക് അടിപൊളിയായിട്ടുള്ള, അതായത് കിച്ചൺ പാത്രങ്ങളൊക്കെ ഒതുക്കി വെക്കാൻ കഴിയുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അതല്ലാതെ ഈ ഐറ്റം തന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റുകൾ വെക്കാനും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ രണ്ട് രീതിയിലുള്ള ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കിടിലൻ ഐറ്റമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എന്താ നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ നമ്മുടെ കവുങ്ങ് നമ്മൾ ചീന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 80 സെൻറ്റിമീറ്റർ നീളത്തിലാണ് നമ്മളിത് ഓരോ പീസുകൾ എടുത്തത്. അപ്പോൾ അതിൽ നമ്മൾ 12 പീസാണ് എടുത്തത്. ഈ 12 പീസ് വെച്ചിട്ടാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്. അതിന് ശേഷമാണ് നമുക്ക് ബാക്കി ചെയ്യാനുള്ളത്. അപ്പോൾ ബാക്കി ചെയ്യാൻ നമുക്ക് ചെറിയ ചെറിയ പീസുകളാണ് ആവശ്യമുള്ളത്. അപ്പോൾ അത് നമുക്ക് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത നമ്മുടെ കവുങ്ങ് പീസുകൾ നമ്മൾ ഇതേപോലെ ചെറിയ ഗ്യാപ്പ് ഇട്ടത് ശേഷം നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ 4 ഇരട്ടി നീളത്തിലുള്ള ഒരു കയറ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ 2 കയർ എടുക്കുന്നുണ്ട്. ആ 2 കയർ നമ്മൾ ഇതേപോലെ 2 ചൊറയാക്കി നമ്മൾ എടുക്കുന്നുണ്ട്. ഇതാ നടുമടക്കിയിൽ നമ്മൾ 2 ചൊറയായിട്ടാണ് നമ്മൾ ആ പീസ് കയറെടുക്കുന്നത്. അതിനുശേഷം നമ്മളിത് ഇതേപോലെ കയറ് കോർത്ത ശേഷം നമ്മൾ ഒരു സൈഡിലൂടെ നമ്മൾ ഇതേപോലെ മെടഞ്ഞെടുക്കുന്നുണ്ട് ഈ കയറ്. അതായത് ഒന്ന് ഉള്ളോട്ടും ഒന്ന് മുകളിലോട്ടും എന്ന രീതിയിൽ നമ്മളിതാ കയറുകൾ നമ്മൾ മെടഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡിൽ നമുക്ക് ഇതേപോലെ കയറ് മെടഞ്ഞെടുക്കാം. മെടഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഭാഗം നമ്മൾ 2 കയറുകൾ കൂട്ടി ഇതേപോലെ കെട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 12 പീസുകളും ഇതേപോലെ നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ 2 സൈഡിലൂടെയും നമ്മൾ കയറ് മെടഞ്ഞെടുത്തു. ഇനി നമുക്ക് ബാക്കി പണികളിലേക്കൊക്കെ പോവാം. ഇനി ഇത് നമ്മൾ കുറച്ച് ചെറിയ പീസുകൾ എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ 15 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ കുറച്ച് പീസുകൾ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ 20 സെൻറ്റിമീറ്ററിലും കുറച്ച് പീസുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 15 സെൻറ്റിമീറ്ററിൽ നമ്മൾ എടുത്തത് 65ഓളം പീസുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ വീതി 1 സെൻറ്റിമീറ്റർ മാത്രം വീതി മതി. അപ്പോൾ അത് നമ്മൾ 2 സൈഡിൽ നിന്നും ഒരു 1.5 സെൻറ്റിമീറ്റർ ഉള്ളോട്ട് എന്ന രീതിയിൽ 1.5-2 സെൻറ്റിമീറ്റർ ഒക്കെ ഉള്ളോട്ട് എന്ന രീതിയിൽ നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. അത് എല്ലാ പീസിനും നമുക്ക് ആദ്യം അടയാളപ്പെടുത്തിയെടുക്കാം. അപ്പോൾ 15 സെൻറ്റിമീറ്ററുള്ള പീസുകളൊക്കെ നമ്മൾ അടയാളപ്പെടുത്തിയെടുത്തു. ഇനി നമ്മൾ 20 സെൻറ്റിമീറ്റർ നീളത്തിലെടുത്ത പീസുകളും നമ്മൾ അതേപോലെ തന്നെ 2 സെൻറ്റിമീറ്റർ ഉള്ളോട്ട് 2 സൈഡിൽ നിന്ന് ഉള്ളോട്ട് എന്ന രീതിയിൽ നമ്മൾ അടയാളപ്പെടുത്തിയെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ അടയാളം വെച്ച ഭാഗത്തൊക്കെ നമ്മൾ സൈഡ് ഭാഗത്തിലൂടെ നമുക്കിത് ഹോള് തയ്യാറാക്കണം. അപ്പോൾ ചെറിയ ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഹോള് തയ്യാറാക്കുന്നത്. അപ്പോൾ 2 സൈഡിൽ നമ്മൾ അടയാളപ്പെടുത്തിയ 2 സൈഡിൽ നമ്മൾ ഹോള് തയ്യാറാക്കി. അതിനുശേഷം നമ്മുടെ ഇതേപോലെയുള്ള കമ്പി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഈ കമ്പി അതായത് കോർത്തെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഹോളുകളാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി നമ്മൾ 2 പീസ് കമ്പികൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച നമ്മുടെ 80 സെൻറ്റിമീറ്ററുള്ള പീസിനേക്കാളും അതായത് കുറച്ച് കൂടുതൽ അളവ്, അതായത് ഒരു 1.5 മീറ്റർ നീളത്തിലൊക്കെ നമ്മൾ ഈ കമ്പി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചെറിയ പീസ്, അതായത് 15 സെൻറ്റിമീറ്റർ വരുന്ന പീസിൽ നമ്മൾ ഇതേപോലെ കോർത്ത ശേഷം നമ്മൾ ഒന്ന് ലോക്കാക്കി വെക്കുന്നുണ്ട് ഒരു ഭാഗം. അതിനുശേഷം നമ്മൾ ഇതേപോലെയുള്ള കുറച്ച് മുത്തുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഈ മുത്തുകൾ നമുക്ക് മരത്തിൻ്റെ മുത്തുകളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അതല്ലാതെ നമുക്ക് ഇത് നമ്മുടെ ചെറിയ, അതായത് ഓടമുളയുടെ പീസിൽ നിന്നും, അതായത് വണ്ണം കുറഞ്ഞ ഓടമുളയുടെ പീസിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്താണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ ഒരു പീസ് നമ്മുടെ കവുങ്ങ് കോർത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ 2 ഭാഗത്തും ഓരോ മുത്ത് കോർത്തതിന് ശേഷം നമ്മൾ വീണ്ടും കവുങ്ങ് പീസ് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പീസുകളും നമുക്ക്, അതായത് നമ്മൾ 15 സെൻറ്റിമീറ്ററുള്ള പീസുകൾ നമുക്ക് ഇതേപോലെ കോർത്തെടുക്കാം. അപ്പോൾ ഈ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുത്തുകൾ കോർക്കുന്നത്.
അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ കോർത്തെടുത്തത് ഇത്രയും നീളത്തിൽ നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ കയറ് മെടഞ്ഞ നമ്മുടെ കവുങ്ങിൻ്റെ പീസ്, അതായത് 80 സെൻറ്റിമീറ്റർ വരുന്ന നമ്മുടെ കവുങ്ങ് ഷീറ്റ് പോലെ നമ്മൾ തയ്യാറാക്കിയെടുത്ത ആ പീസിനേക്കാളും കുറച്ച് കൂടുതൽ നീളത്തിൽ നമ്മളിത് മെടഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലേക്ക് ഒരു 4 പീസ് കൂടുതൽ വരുന്ന രീതിയിലാണ് നമ്മളിത് മെടഞ്ഞെടുത്തത്. ഇനി നമുക്കിത് ഹോള് തയ്യാറാക്കിയ ശേഷം, രണ്ട് സൈഡിൽ ഹോള് തയ്യാറാക്കിയ ശേഷം അതിനുള്ളിലൂടെ കോർത്ത് നമുക്കിത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അടിഭാഗത്താണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ട് ഭാഗത്തും ഹോളുകൾ തയ്യാറാക്കി നമ്മളത് കോർത്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ പിറകു ഭാഗത്ത് ഈ രണ്ട് കമ്പിയും കൂടി നമുക്ക് പിരിച്ച് കെട്ടിയെടുക്കാം. അപ്പോൾ ഇതേപോലെ രണ്ട് കമ്പിയും നമ്മൾ ചേർത്ത് പിരിച്ച ശേഷം നമ്മൾ പ്ലയർ കൊണ്ട് പിരിച്ച് ടൈറ്റാക്കി നമ്മളത് കൂടുതലുള്ള കമ്പി ഭാഗമൊക്കെ കട്ട് ചെയ്ത് അവിടെ ഫിറ്റ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് രണ്ട് സൈഡിലും നമുക്കിതൊന്ന് ചെറുതായി വളച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കാം. ഇനി നമ്മൾ ഇതേപോലെ രണ്ട് കവുങ്ങ് പീസുകൾ എടുക്കുന്നുണ്ട്. അത് നമുക്ക് വിലങ്ങനെ നമ്മുടെ ഷീറ്റിൽ വിലങ്ങനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടിഭാഗത്താണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേണ്ട അളവിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അടിഭാഗത്ത് വെച്ചതിന് ശേഷം അടിഭാഗത്തും മുകൾ ഭാഗത്തും അതേപോലെ നടുഭാഗത്തും നമ്മൾ നെട്ടും ബോൾട്ടും കൊടുത്ത് ഇത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അടിഭാഗത്ത് ഫിറ്റ് ചെയ്തതിൻ്റെ അതായത് അടിഭാഗത്തേക്കായിട്ട് നമ്മൾ ഇതേപോലെ ഒരു പലക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് ക്രോസ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് അടിഭാഗത്ത് വെച്ച ശേഷം നമുക്ക് അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഹോൾ തയ്യാറാക്കിയിട്ട് ആണി വെച്ചിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഫിറ്റ് ചെയ്യാം. മുൻഭാഗത്ത് നിന്നും അതേപോലെ തന്നെ പിറകു ഭാഗത്ത് നിന്നൊക്കെ നമുക്ക് ഇതേപോലെ ഹോൾ തയ്യാറാക്കിയ ശേഷം ആണി കൊടുത്തിട്ട് നമ്മുടെ പലക നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ആ പലക നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ തട്ട് നമുക്ക് റെഡിയായി കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് രണ്ട് ഭാഗത്ത് തട്ട് കൊടുക്കണം, അതേപോലെ തന്നെ സൈഡിലും നമുക്ക് കൊടുക്കണം. അപ്പോൾ അതിന് മുൻപ് നമ്മൾ ഈ നെട്ടും ബോൾട്ടും കൊടുത്തതൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് സ്പാനർ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്തെടുക്കും. ഇനി നമ്മൾ 20 സെൻറ്റിമീറ്റർ നീളത്തിലെടുത്ത നമ്മുടെ കവുങ്ങ് പീസുകൾ അത് നമ്മൾ 22 പീസാണ് എടുത്തത്. അപ്പോൾ 11 പീസ് വീതം നമ്മളത് 2 ഗ്രൂപ്പാക്കി മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ കമ്പി എടുത്ത ശേഷം ആ 11 പീസ് വീതം നമ്മൾ ഓരോന്നിലും നേരത്തെ കോർത്തതുപോലെ തന്നെ നമ്മൾ കോർത്തെടുക്കുന്നുണ്ട്. അതായത് ഒരു കവുങ്ങ് പീസ് കോർത്ത ശേഷം നമ്മുടെ മുത്തുകൾ കോർത്തതിന് ശേഷം പിന്നെ വീണ്ടും കവുങ്ങ് പീസ് കോർത്ത് നമ്മളത് റെഡിയാക്കിയെടുക്കുന്നു. അപ്പോൾ അത് രണ്ടും നമ്മൾ കോർത്ത് റെഡിയാക്കിയെടുത്തു. ഇനി നമുക്കിത് ഇതിൽ ഫിറ്റ് ചെയ്യാം.
അപ്പോൾ അത് രണ്ടും നമ്മൾ രണ്ട് ഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് നടുഭാഗത്ത് കൂടെ ഒന്ന് ഫിറ്റ് ചെയ്യാണ്ട് ടോപ്പ് ഭാഗത്തേക്ക്. അപ്പോൾ അത് 3 ഭാഗത്തും നമ്മളിത് ഫിറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നടുഭാഗത്ത് കൊടുത്തു, പിന്നെ മുകൾ ഭാഗത്ത് നമ്മൾ നടുഭാഗത്ത് കൊടുത്തു, പിന്നെ 2 സൈഡ് കൊടുത്തു, പിന്നെ നമ്മൾ അടിഭാഗത്തും കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ അടിഭാഗത്ത് നമുക്ക് നേരത്തെ വെച്ചതുപോലെ തന്നെ നമ്മൾ പലക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ കവുങ്ങ് കൊണ്ടുള്ള വെറൈറ്റി ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് പോളിഷ് ചെയ്തെടുക്കാം. അപ്പോൾ സ്പ്രേ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പ്രേ ക്ലിയർ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പോളിഷ് ചെയ്തെടുത്തു. ഇനി ഇത് ഉണങ്ങിയാൽ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ സ്പ്രേ ആണ് ഇവിടെ ഉപയോഗിച്ചത്. ഇതേപോലെ നമുക്ക് സ്ലീക്കോ അല്ലെങ്കിൽ വാർണിഷോ അല്ലെങ്കിൽ ടച്ച് വുഡ് എന്ത് വേണമെങ്കിലും നമുക്കിതിന് ബ്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കവുങ്ങ് കൊണ്ടുള്ള വെറൈറ്റി ഐറ്റം. അപ്പോൾ ഇത് നമുക്ക് കിച്ചണിൽ ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാം. അതായത് നമുക്ക് ഇതേപോലെ ടിന്നുകളൊക്കെ നമുക്ക് വെക്കാം, ഗ്ലാസ്സുകൾ വെക്കാം, ഇഷ്ടംപോലെ ഗ്ലാസ് നമുക്ക് വെക്കാം. വേണമെങ്കിൽ ഈ സൈഡിൽ നമുക്ക് പ്ലേറ്റുകൾ വെക്കാം. പിന്നെ നമുക്ക് ഇതേപോലെയുള്ള കോരികൾ, ഇതേപോലെയുള്ള കൈലുകളൊക്കെ നമുക്ക് ഇതിൽ വെക്കാം, സ്പൂണുകളൊക്കെ വെക്കാം. പിന്നെ ഇതിൽ നമുക്ക് ബോട്ടിലുകൾ വെക്കാം. ഈ 2 ഭാഗത്തായിട്ട് നമുക്ക് ബോട്ടിലുകൾ വെക്കാം. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് നമുക്കിത് കിച്ചണിൽ ഉപയോഗിക്കാം. അപ്പോൾ കിച്ചണിലല്ലാതെ ഇത് നമുക്ക് പ്ലാന്റുകൾ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇൻഡോറിലൊക്കെ നല്ല അടിപൊളി മണി പ്ലാന്റുകളോ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയാക്കാനോ ഇത് കഴിയും. അപ്പോൾ അതും കൂടി നമുക്ക് കാണാം. അപ്പോൾ അതാ നമ്മൾ പ്ലാന്റ് വെച്ചു. അപ്പോൾ നമുക്ക് ഇതേപോലെ പ്ലാന്റ് വെച്ചിട്ട് അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിത് ഇൻഡോറിലെ ചുമരിലോ അതല്ലെങ്കിൽ നമുക്ക് പുറം ചുമരിലും നമുക്കിത് വെക്കാം. മഴ ഏൽക്കാത്ത ഭാഗങ്ങളിലൊക്കെ നമുക്കിത് ഇതേപോലെ വെക്കാം. അപ്പോൾ അതാ പ്ലാന്റുകളൊക്കെ നമ്മൾ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് 2 രീതിയിലും നമുക്ക് ഉപയോഗിക്കാം. കിച്ചണിൽ ഉപയോഗിക്കാം, അതേപോലെ തന്നെ നമുക്ക് പ്ലാന്റ് വെക്കാനും ഉപയോഗിക്കാം. അതേപോലെ ചെറിയ പോട്ടുകൾ നമുക്ക് ഇതിൽ വെക്കാൻ കഴിയും. അതേപോലെ തന്നെ ഇതിൽ നമ്മൾ ഇതിൽ ബോട്ടിലാണ് വെച്ചത്, ഗ്ലാസിൻ്റെ ബോട്ടിലാണ് വെച്ചത്. ഇതേപോലെ ഇതിൽ ചെറിയ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ നമുക്ക് ഇതിൽ വെക്കാൻ കഴിയും. അതേപോലെ ഇവിടെ നമ്മൾ ഗ്ലാസ് ആണ് വെച്ചത്. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്കിത് എങ്ങനെ വേണമെങ്കിൽ ഏത് തരത്തിലുള്ള ചെടികളൊക്കെ നമുക്കിതിൽ വെക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഈ കവുങ്ങ് കൊണ്ടുള്ള ഈ ഐറ്റവും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ. ചുമരിൽ നമുക്കിത് 2 രീതിയിൽ നമുക്കിത് തൂക്കിയിടാൻ കഴിയും. അപ്പോൾ ഹാങ്കിങ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒന്ന് നമുക്ക് ഒറ്റ ആണിയിൽ നമുക്ക് ഇതേപോലെ കയറിൽ നമുക്ക് ഹാങ്കിങ് ചെയ്യാം. അപ്പോൾ നല്ല വലിയ ആണി കൊടുക്കണം ഇവിടെ. അതല്ലാതെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ 2 ആണി കൊടുത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് അങ്ങനെയും നമുക്കിത് ഹാങ്കിങ് ചെയ്യാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് ചുമരിലൊക്കെ വെക്കാൻ വളരെ എളുപ്പമാണ്.